മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. അടുത്ത വാക്യം കൂടെ വായിച്ചു. ഞാൻ ആ വാക്ക് വിശദീകരിക്കാം. കർത്താവ് വരുവാൻ. ഒരു ദൈവത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് കർത്താവ് വരാൻ. ഒന്ന് അഭിഷേകത്തോടെ പറയാം. അപ്പൊ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 6-ാം വാക്യം കൂടെ പൗലോസ് കൂട്ടിച്ചേർക്കുക. ശ്രദ്ധിച്ചേ. കാരണം എന്തിനെ കുറിച്ചായിരിക്കണം വിചാരം? അതകത്ത് കയറിയാൽ പിന്നെ വിചാരങ്ങളൊക്കെ എന്ത് ചെയ്യും? സെക്കൻഡറി ആയി മാറും. പ്രൈമറി ചിന്ത എന്തായിരിക്കും? സ്തോത്രം. അടുത്ത വാക്യം എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ചേ. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ 7-ാം വാക്യം കൂടെ വായിച്ചോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചരിക്കുന്ന ഒരു വാക്യമാണ് എന്നാൽ സകല ബുദ്ധിയെയും പറയാ. സകല ബുദ്ധിയെയും the peace of God that transcends all understanding, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. അപ്പം ദൈവമക്കൾ ചോദിക്കാം, ഈ സമാധാനത്തിന്റെ ഉറവിടം എന്താ? ഒറ്റ കാര്യം, ഞങ്ങളുടെ കർത്താവ് വരാറായി. ഇവിടെ ഞാൻ വെറും ഒരു പരദേശിയ, ഇവിടുത്തെ പാർപ്പിടം വഴിയമ്പലമാ. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും എന്റെ തുണയാകുന്ന കാന്തൻ അധികം വൈകാതെ ഈ ആകാശമേഘങ്ങളിൽ വെളിപ്പെടുമെന്നുള്ളതാണ് ഒരു ദൈവത്തിന്റെ ഏറ്റവും വലിയ. നമ്മുടെ കർത്താവ് വരും പറഞ്ഞു. നമ്മുടെ കർത്താവ് വരും. കർത്താവിനുള്ള അചഞ്ചലമായ വിശ്വാസം, രക്തമൂറ്റി കൊടുക്കേണ്ട വന്നാലും, എത്ര ത്യാഗം സഹിക്കേണ്ട വന്നാലും കർത്താവിനുള്ള അചഞ്ചലമായ വിശ്വാസം. രണ്ടാമത്തെ പൗലോസിന്റെ സന്തോഷം എന്താ? നിങ്ങളൊന്ന് പറഞ്ഞേ. എന്താ രണ്ടാമത്? നാമല്ലോ പരിച്ഛേദനക്കാർ, ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന, ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുന്ന. ഓ ഹല്ലേലൂയ, ഒരു ദൈവവേദനാണ് പരിച്ഛേദനക്കാരൻ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. മൂന്നാമത്തെ സന്തോഷം പൗലോസ് അവതരിപ്പിക്കുക. ഫിലിപ്പിയിലുള്ള സഭ എന്റെ കിരീടമായി തീർന്നത് പോലെ അനേകർക്ക് ഈ സന്തോഷം പങ്കുവെക്കുന്നവരായി നാം തീരുമാനമാകണം. നാലാമത്തെ സന്തോഷം പറഞ്ഞ പൗലോസ് അവസാനിപ്പിക്കുന്നത്, ദൈവത്തിന്റെ സ്തോത്രം, കർത്താവിന്റെ വരവാണ് ഒരു ദൈവത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കണം. നാലാമത്തെ ചിന്ത കൂടെ ഒന്ന് പറഞ്ഞു നിർത്തുകയാണ്. 4-ാം അധ്യായം 13-ാം വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നും കൂടെ വായിച്ച 13-ാമത്തെ വാക്യം. 4-ാമത്തെ ചിന്ത പൗലോസ് പറയുക, കർത്താവിലുള്ള ശക്തി. ദൈവം നമ്മുടെ മേൽ പകരുന്ന ആത്മശക്തിയാണ്.